പ്രവാചകന്റെ യുദ്ധക്കണക്കുകൾ വലിയ കോളിൽ അവതരിപ്പിക്കുന്ന ആളുകൾ പറയേണ്ട ഒരു കാര്യം, പ്രവാചകൻ നടത്തിയ ഈ 25 യുദ്ധങ്ങളിൽ പ്രവാചകൻ നേരിട്ട് പങ്കെടുത്ത യുദ്ധങ്ങൾ ഏതെങ്കിലും ഒരു യുദ്ധം അത് അനാവശ്യമായിരുന്നു, അത് ഒഴിവാക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ടായിരുന്നു, അത് പ്രവാചകൻ സ്വീകരിക്കാത്തത് കൊണ്ടാണ് യുദ്ധമുണ്ടായത് എന്ന് തെളിയിക്കാൻ ഇസ്ലാമിൻ്റെ ശത്രുക്കളെ ഞങ്ങൾ ആർജവത്തോട് വെല്ലുവിളിക്കുകയാണ്. സാധ്യമല്ല. ചരിത്രത്തെ ചരിത്രപരമായി സ്വീകരിക്കുകയും ചരിത്രത്തെ സത്യസന്ധമായി കാണുകയും ചെയ്താൽ നിങ്ങൾക്കത് സാധ്യം. പ്രവാചകൻ ചെയ്യേണ്ടതാണ് അന്നൊരു ഭരണാധികാരി ചെയ്യേണ്ടിയിരുന്നത്. അതിന് 100 മാർക്ക് കൊടുക്കല്ലാതെ അതിനെ ആക്ഷേപിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അന്ധമായ വിരോധവും ഇസ്ലാമിലുള്ള വിരോധം മാത്രമാണ്. പിന്നെ ഇയാളിവിടെ പറഞ്ഞു ശരീഅത്തിൻ്റെ കണക്ക്. ശരീഅത്ത് എന്ന് പറഞ്ഞാൽ സൈനിക നടപടി. അതിൽ എണ്ണക്കുറിപ്പിൽ ഇവിടെ പറഞ്ഞു. യഥാർത്ഥത്തിൽ എന്താ ശരീഅത്ത് എന്ന് പറഞ്ഞ പ്രവാചകൻ പങ്കെടുത്തിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ ഒരു ഭരണാധികാരി, ഇപ്പം നമ്മൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഭരണാധികാരി ഇപ്പോൾ നാദാപുരത്തുള്ള SIO അതുപോലെ CA ഇടയ്ക്കിങ്ങനെ ജീപ്പ് കൂടെ പോകും, ഒരു 4-5 ആൾക്കാരുണ്ടാവും. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ ചുറ്റുഭാഗത്തൊക്കെ ഒന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടി ഒരു 10 ആളെ പറഞ്ഞേക്കും. അതാണ് ഒരു ശരീഅത്ത്. അതാണ് യുദ്ധം ഇവിടെ പറയണത്. ഒരു SI ഇതിൽ കൂടെ ഇങ്ങനെ എന്താ പറയുക ജീപ്പ് കൂടെ പോയാൽ അത് യുദ്ധമായി അവതരിപ്പിക്കുക. അതാണ് യുദ്ധം എന്ന് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി ദീൻ പഠിച്ച സഹാബത്ത് പ്രവാചകൻ്റെ അടുക്കൽ ഇസ്ലാം സ്വീകരിക്കും. അവർ പറയും, നബി ഞങ്ങൾക്ക് ദീൻ പഠിപ്പിക്കാൻ വേണ്ടി കുറച്ച് ആളുകളെ പറഞ്ഞു വെച്ചേരണം, എന്നാൽ 10 ആളുകളൊപ്പം പോയിക്കോട്ടെ. അതൊരു ശരീഅത്താണ്, അതിൽ എണ്ണത്തിലുണ്ട്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചതിച്ച ആളുകളുണ്ട്. പ്രവാചകൻ്റെ അടുക്കൽ വന്ന് ഞങ്ങൾ ദീൻ പഠിക്കാൻ വന്നവരാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും പ്രവാചകൻ്റെ സഹാബത്തിനെ ക്രൂരമായി കൊണ്ട് വധിക്കുകയും ചെയ്ത ആളുകളുണ്ട്. അവർക്ക് അവരോട് പ്രതികാരം ചോദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇങ്ങനെയല്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെങ്കിലും ഒരു കാരണവുമില്ലാതെ അകാരണമായി പ്രവാചകൻ ഏതെങ്കിലും ഒരു സമുദായത്തിന് നേരെ ആരെങ്കിലും പറഞ്ഞതായി കൊണ്ട് തെളിയിക്കാൻ ലോകത്ത് ഒരു യുക്തിവാദിക്കും ഒരു വിമർശകനും ഇതുപോലുള്ള ശിയാചാരന്മാർക്ക് സാധ്യമല്ല.